ആ എത്തിയോ? ആ അത് തന്നെ. അകത്തേക്ക് വന്നാൽ മതി, ഞാനിവിടെ ഉണ്ട്. ആ ബ്രോ, ആ ഓർഡർ എടുത്തോ. എന്ത് ചൂട്! എ സി ഉള്ളിടത്തേണ്ടിരുന്ന ഭാഗ്യം. എന്തോ ചൂട് പുറത്ത് അൽഫാമായി പോയി. നിനക്കിന്ന് വൈകിട്ട് വിളിച്ചുകൂടായിരുന്നാ? അതാകുമ്പോൾ ഞാൻ സൈറ്റിലൊക്കെ പോയിട്ട് എത്തിയാനെ. ഉണ്ണിക്കണ്ണന് മനസ്സിലായി ഞാൻ നിന്നെ കാണാനാണ് ചാടിയത്. അവനത് അവൻ്റെ വാവഴി സാറിൻ്റെ ചെവിയിൽ എത്തിക്കുന്നതിന് മുന്നേ എനിക്ക് തിരിച്ചെത്തണം. അല്ല, ഒരു 5 minutes, അതിക്കുള്ളിൽ ഞാൻ സമയം എടുക്കത്തില്ല. ആ, നിനക്ക് ഫോണിൽ പറഞ്ഞാൽ പോരായിരുന്നു. നേരിട്ട് കണ്ട് പറയേണ്ട കാര്യം തന്നെയാ. പോകുന്ന കാര്യം എന്തായി? ആ, വിസ സെറ്റാവും ഉടനെ. നീ എന്താ ഇത്ര ഫോർമലായിട്ടിരിക്കുന്നേ? ബ്രേക്കപ്പ് പോലും ആണോ? അതെ. റീസൺ? ബ്രോ, ഇവിടെ എക്സ്ട്രാ ഷൂർ കൊടുക്കുമോ? ആമി, നീ ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണോ? എൻ്റെ ആലോചന കൂടിപ്പോയോണ്ട് ഞാൻ എടുത്ത ഡിസിഷനാ. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നീ എന്നോട് കുത്തി കുത്തി ചോദിക്കരുത്. ആമി, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് മാറ്റാൻ ശ്രമിക്കാം. ആരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. നമ്മൾ ഒരുമിച്ച് ഉള്ളപ്പോൾ ഹാപ്പി ആയിരുന്നു, വഴക്കൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇനി മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. നമുക്കിതിവിടെ വെച്ച് നിർത്താം. ഇതിനെന്തെങ്കിലും ഒരു കോർ റീസൺ ഉണ്ടാവില്ല നിനക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഹരി, എൻ്റെ ലൈഫിൽ ഓരോ ഡിസിഷനും നീ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. ഈ കാര്യത്തിൽ ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ആമി, ഇത് എത്രത്തോളം എനിക്ക് പെയിൻഫുൾ ആയിരിക്കുമെന്ന്. നിനക്ക് നിർത്താൻ എന്തൊക്കെയോ റീസൺ ഉണ്ട്, പക്ഷെ എനിക്കതില്ല. നിനക്കും കൂടെ ഒരു റീസൺ ഉണ്ടായിട്ട് പരസ്പരം വെറുത്ത് പിരിയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തേ. മനസ്സിലായി ആമി, ഇനി ഞാൻ നിന്നോട് ഇതിനെപ്പറ്റി ചോദിക്കില്ല. ഈ തീരുമാനം തെറ്റായിപ്പോയെന്ന് തോന്നിയാ നീ വിളിക്ക്. എനിക്ക് തെറ്റിയിട്ടില്ല ഹരി. ബൈ. കീർത്ത വൃത്തിയായിട്ടവനെ തേച്ചാ നീ. അപ്പൊ നീ ഇന്ന് ഹരിയുടെ ബ്രേക്ക് പാർട്ടിക്ക് വരുന്നില്ല? അളയാവനെന്ത് വിഷമോ എന്നറിയോ നിനക്ക്? അപ്പൊ ഈ കണ്ട ബിയറൊക്കെ ഞാൻ ഒറ്റ കടിച്ചു തീർക്കാനാ? അളയാ വൈ 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 വൈ. എന്താടാ അത്? കണ്ടിട്ടെന്ന് തോന്നണം? ഒന്നും തോന്നണല്ലോ, അതാ ചോദിച്ചേ. എന്നാ വാവേ, ഇതാണ് നിന്റെ ബ്രേക്കപ്പ് പാർട്ടി. പിന്നെ നീ എന്തോ കാണിക്കുന്നത്? പോയി കുളിച്ച് നല്ല ഉടുപ്പൊക്കെ വന്നേ. ഞാൻ കേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കീർത്തം തന്നെ നമ്മൾ തേച്ച് നമ്മുടെ പയമരാരെങ്കിലും ഉണ്ടോ നോട്ടെ. അതിന് മുന്നേ ഞാൻ 2 പെഗ് അടിക്കട്ടെ. എന്റെ പൊന്നളി, ആരെയും വിളിക്കരുത്. എനിക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കണം. മൊത്തത്തിൽ മൂഞ്ചി തെറ്റിരിക്കണോ മറ്റേ? അളിയാണെങ്കിൽ ഇനിയല്ലേ അടിപൊളി. ഇപ്പൊ ആ പിശാചിന്റെ ലൈഫിൽ നിന്ന് പോയോടെ തന്നെ പൊളിയാണ്. ഇനി നീ ഒരു പൂമ്പാറ്റയാവണമെന്നാണ് എന്റെ ആഗ്രഹം. അതൊക്കെ പോട്ടെ. അവള് നിന്നെ എന്തിനു തേച്ചത്? തേച്ചതാ? ആര് തേച്ച്? അപ്പൊ പിന്നെ നീ തേച്ച കള്ള.
ഇവിടെ ആരും ആരെയും തേച്ചിട്ടില്ല. പിന്നെ നീയൊക്കെ എന്തോന്ന് ഉമ്മ വെച്ചോണ്ടിരുന്നപ്പോ ഒരു വെറൈറ്റിക്ക് ബ്രേക്കപ്പ് ചെയ്തത്. എടാ അതങ്ങനെ അല്ല. അവക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. മ്യൂച്വൽ ആയിരുന്നു. മ്യൂച്വലാ? ഇതെന്ത് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാൻ പോകട്ടിങ്ങനെ ലൈറ്ററാ? ഐ ക്യാൻ ബിലീവ് ദിസ് മാൻ. എടാ എൻ്റെ ഗേൾഫ്രണ്ട് എൻ്റെ പുറകെ 3 വർഷമാണ് ബ്രേക്കപ്പ് വേണം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ആ പിശാചിന് 3 ബോയ് ഫ്രണ്ട്സ് ഉണ്ടായി. എന്നിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, നീ കൊടുക്കണ്ട. കഴിക്കാൻ വല്ലത് ഓർഡർ ചെയ്തോ? കേക്ക് വന്നിട്ടുണ്ട്, അതിൽ നിനക്ക് സർപ്രൈസ് ഉണ്ട്. ആ അളയതാ കേക്ക് മേടിച്ചോണ്ടിരാം. നീ കുളിച്ച് റെഡി ചെയ്യുന്നു, നമ്മളത് കേക്ക് കട്ട് ചെയ്ത് ഒഫീഷ്യലി ആഘോഷിക്കുന്നു. ഫോട്ടോ എടുക്കാനുള്ളതാണ്. നീ റെഡി ആയിരുന്നില്ല, ഞാൻ കേക്ക് മേടിച്ചോണ്ട്. ആ ഇങ്ങ് തന്നേക്കൂ. ഇത് ഹരിയുടെ ഫ്ലാറ്റ് അല്ലേ? അതെ, അവന്റെ ഫ്ലാറ്റ് തന്നെയാണ്. ഞാനാ ഓർഡർ ചെയ്തത്, അവന്റെ പേരിലാന്നേ ഉള്ളൂ. ഇങ്ങ് തന്നേക്കൂ അങ്കിൾ. അല്ല മോനെ, ഞാൻ ഡെലിവറി ബോയ് അല്ല. ഞാനേ ഹരി ഒന്ന് കാണാൻ വേണ്ടി ഓ വന്നതായിരുന്നു. അയ്യോ സോറി കേട്ടോ. ഹരിയുടെ നിന്നെ കാണാരോ? ആര്? അറിഞ്ഞൂടെ, ഏതൊരു കിളവൻ ബോയ്. കിളവനാ? ആ അയ്യോ, ആമിയുടെ ഡാഡി. ഡാഡിയുടെ മാമിയാ? എടോ, ആമിയുടെ ഡാഡി ഒന്ന്. അയ്യോ അമ്മയുടെ. ഒരു മിനിറ്റ്, ഞാൻ അടുത്ത വർഷം വരാം. അകത്തോട്ട് കയറിക്കോ അങ്കിൾ. ഹായ് അങ്കിൾ, ഡാഡിയുടെ മാമി വരും. താങ്ക് യു. ആമിയുടെ ഡാഡി? മാഡിയുടെ ഡാഡി അല്ല, ആമിയുടെ ഡാഡി. ഓ സോറി. അപ്പൊ ബ്രേക്കപ്പ് പാർട്ടിയാണോ? അല്ല, അതിവൻ വെറുതെ. എന്റെ ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. താങ്ക് യു. ആ ഓക്കെ ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എക്സ്ക്യൂസ് മീ, ഞാൻ പ്ലീസ് അങ്കിൾ വരൂ, ഇരിക്കണം. വരൂ വരൂ. ആ ഓക്കെ, താങ്ക് യു. കുടിപ്പിച്ച് കിടത്തിയാലേ. ഹരി, ആ മദ്യപിച്ച് നശിക്കാനാണോ നിന്റെ പ്ലാൻ? അല്ലെങ്കിൽ അവൻ വെറുതെ തമാശ. അല്ലെങ്കിൽ ഞങ്ങൾ ചുമ്മാ വീക്കെൻഡ് എടുത്തുന്നുള്ളൂ. അല്ല, അതിനൊന്നും മൺഡേ അല്ലേ? അല്ല, ഞാൻ US ടൈമാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ലീവ് ഇറ്റ്. അല്ല, ഹരി നന്നായിട്ട് മദ്യപിക്കോ? വല്ലപ്പോഴും. അങ്കിൾ നല്ല കമ്പത്താണ് ഇവൻ. നീ ആ ഡിന്നർ സെറ്റ് ആക്കിയ? ആ ഞാനിപ്പോ വരാം. പോയി സെറ്റ് ആക്കടാ. അങ്കിൾ അയൽക്കാൻ പെട്ടെന്ന് വരാട്ടോ. ഓക്കെ മോനെ. അങ്കിൾ എന്താ പ്രത്യേകിച്ച് ഇങ്ങോട്ട്? ഞാനെല്ലാം അറിഞ്ഞു ഹരി. എന്താണ് റീസൺ എന്ന് വല്ലതും ആമി പറഞ്ഞോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. ഞാനും ഒരുപാട് അവളോട് ചോദിച്ചു. അവൾ എന്നോടും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞില്ല. എൻ്റെ അറിവിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു 4 വർഷമായിട്ട് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഉള്ളതായിട്ടൊന്നും അറിയില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നേരിട്ട് വന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. പക്ഷെ അവൾക്ക് എന്തെങ്കിലും അവളുടേതായ റീസൺ കാണും. കാണുമായിരിക്കും. പക്ഷെ അതെന്താണെന്ന് ഹരിക്ക് അറിയണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ ഇനി അവളോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല. ഇന്ന് ഫ്രണ്ടിൻ്റെ നിർബന്ധം കൊണ്ട് ഹരി മദ്യപിച്ചു. നാളെ മദ്യപിക്കാനും ചിന്തിക്കാനും ഒക്കെ ഹരിക്ക് ഇതൊരു കാരണമാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ റീസൺ എന്താണെന്ന് ഹരി അറിയണമെന്ന് ഞാൻ പറയുന്നത്. അറിയാമെങ്കിൽ കൂടെയുള്ളവർ പെട്ടെന്ന് അകന്നു പോകുമ്പോൾ അവർ പോകുന്നതിനേക്കാൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് അവർ നമ്മളെ വിട്ടുപോയെന്ന് അറിയാതെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹരി അത് അറിയണം. എന്തുകൊണ്ടാണ് ആമി റിലേഷൻ മതിയാക്കിയതെന്ന്. അല്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഞാൻ പോട്ടെ, അവള് തിരിച്ചു വരാറായി കാണും. ഹരി, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോടേടി. അവളിപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതും ഹാങ് ഔട്ട് ചെയ്യുന്നതും പുതിയൊരു സുഹൃത്തിൻ്റെ കൂടെയാണ്. അങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവള്? ഇല്ല, അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. വേറൊന്നും വിചാരിക്കണ്ട, അവര് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും. എന്നാലും ഹരി ഒന്ന് അന്വേഷിച്ചേക്ക് ഇതാണോ റീസൺ എന്ന്. എടാ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സോറി ഡാഡി. അല്ല, ഇനി അത് തന്നെ ആണെങ്കിലും ഹരി എൻ്റെ മോളോട് മോശമായിട്ടൊന്നും പ്രവർത്തിക്കില്ല എന്ന് എനിക്കറിയാം. ഹരി അതൊക്കെ അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ ഇറങ്ങട്ടെ. ഓ കോളിംഗ് ബെല്ലു. എക്സ്ക്യൂസ് മീ ഡാഡി. യെസ്. ആ സാർ കേക്ക്. താങ്ക് യു സാർ റൈറ്റിംഗ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമോ?
അതിന്റെ ആവശ്യമൊന്നുമില്ല. ശരി, അല്ല സാർ സേഫ്റ്റിക്ക് ടെസ്റ്റ് കുഴപ്പമൊന്നുമില്ല. മോനെ ഒന്ന് ചെക്ക് ചെയ്തേക്കാ പയ്യൻ പറഞ്ഞതല്ലേ. അങ്കിൾ ഒന്ന് ചെക്ക് ചെയ്യ്, എനിക്കും കാണാലോ. അതിന്റെ ആവശ്യമുണ്ടോ? ആ നോക്ക്. അങ്കിൾ ശരിക്കും പറഞ്ഞ എന്റെ ബർത്ത്ഡേ എല്ലാം ലീപ് ഇയറിലാണ്. ഇനി 4 വർഷം കഴിഞ്ഞുള്ളൂ. സത്യം ഇത് പറഞ്ഞ അങ്കിൾ ഇത് മലയാളത്തിൽ ഇങ്ങനെയാണെങ്കിലും ഇംഗ്ലീഷിൽ ഹാപ്പി ബർത്ത്ഡേ തന്നെയാണ്. എന്താ? താങ്ക് യു. അളിയാ, ഇതവൻ തന്നെ അവളുടെ ബെസ്റ്റി. അവന്റെ കടന്നുവരവാണ് നിന്റെ പ്രണയത്തിന്റെ കൊട്ടാരം തകരാൻ കാരണം. അത് അവൾക്ക് എന്നോട് പറയായിരുന്നല്ലോ. ഹായ്, അവര് പറയൂല അളിയാ. എന്തിനു പറയണം? അവക്ക് നിന്റെ ഫ്രണ്ടിൽ തേപ്പ് വരാൻ വയ്യ, അതുകൊണ്ട് അവര് പറയൂല. അല്ലേലും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി പെണ്ണുങ്ങൾ അവരാധിക്കാൻ. എടാ നീ സൈക്കോളജി പറയാൻ ശരിയായ കാര്യങ്ങളാണ് അളിയാ. നീ ഡിക്മാൻ ഫെർണ പറഞ്ഞിട്ടില്ലേ, ഉത്തരത്തിരിക്കണ കിട്ടിയാലേ കക്ഷത്തിരിക്കണ പോവും. ഞാനതൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അങ്ങേര് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്കറിയണം. നീ നാളെ ഫ്രീ ആണോ? ഫ്രീ ആണ്. എനിക്ക് അവളൊന്ന് കാണണം. എനിക്കും അവനെ ഒന്ന് കാണണം, ശരിക്കും കാണണം. കണ്ട കേറി പോണാണ്ട. ഇതാണ് പറ്റിയ സമയം. പോയി ചോദിച്ചോടും. വാ, ഞാൻ അവനെ കൈയോടെ തൂക്കിട്ടെ കാറല്ലേ. ആ വാടികളി നിന്നെ കൈയോടെ തൂക്കി. അവള് പോയി. ഇപ്പൊ തന്നെ കയറി ചോദിക്കും. നീ പറഞ്ഞില്ലേ? ഞാൻ വന്നില്ല. അവനെ കണ്ടിട്ട് ഒരു ജിമ്മിന്റെ ലുക്ക് ഉണ്ട്. എനിക്ക് ഈ മസിൽ മാമിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ്. നീ പൊക്കോ. എന്തെങ്കിലും ഉണ്ടേ വിളിച്ചേ, ഞാൻ ചവിട്ടി തുറന്ന് ഓടും. അല്ല, ചവിട്ടി തുറന്ന് വരും. ഇന്നലെ പറഞ്ഞോ അതുപോലെ ചെയ്തു. വെയിറ്റ് 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 വെയിറ്റ്. ആ ഓ, ഇത്ര സമയോ? ഉറങ്ങാതെയോ? അത് ചെയ്യാൻ പോവാണോ? ചെയ്തോ. അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. ശ്രദ്ധ, താനൊന്ന് ഫ്രഷ് ആയിട്ട് ഞാനൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. യെസ്, പറയൂ ഹരി. വിനയ് വിനയ് ഹരി. ഞാനാണ് ആമിയുടെ ഇപ്പോഴത്തെ. അറിയാം, പറയണ്ട. എന്തോന്നറിയാം? ഞാനാണ് ആമിയുടെ തെറപ്പിസ്റ്റ് എന്നറിയോ? അപ്പോ നിങ്ങൾ തമ്മിലൊന്നുമില്ലേ? ഞങ്ങൾ തമ്മിൽ എന്തോന്ന്? ഞാൻ വേറെന്തൊക്കെയോ സംശയിച്ചു. സ്വാഭാവികം. പ്രത്യേകിച്ച് റീസൺ ഒന്നും അറിയാണ്ട് ബ്രേക്കപ്പ് ആകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികം. മനസ്സിലാക്കിയതിന് താങ്ക്സ്. നിങ്ങൾക്കറിയാമോ ആമി എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്? അറിയാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് അത് എന്നോടൊന്ന് പറയാമോ? ഞാൻ ആമിയോട് പറയില്ല. ഹരി, ആമിക്കൊരു സൈക്കോളജിക്കൽ പാറ്റേൺ ഉണ്ട്. ഫ്യൂച്ചർ ആൻസൈറ്റി ഗ്ലിച്ച്. മനസ്സിലായില്ലേ? അല്ല, നിന്റെ അടുത്ത് ഒരു പ്രശ്നമില്ല. അതെന്താ ആൻസൈറ്റി? ഇതൊരു സാധാരണ ആൻസൈറ്റി അല്ല ഹരി. അവളുടെ ബ്രെയിൻ എപ്പോഴും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വികാരപരമായ ദുരന്തങ്ങൾ മുൻകൂട്ടി കാണും. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും അവൾ ഹരി നിരാശപ്പെടുത്തിയാൽ എന്താകും? എന്തെങ്കിലും ഹരി ആമിയെ സ്നേഹിക്കാതിരുന്നാൽ എന്താകും? ആമി ഹരിക്കൊരു ഭാരമായി മാറിയാൽ എന്താകും? അങ്ങനെയൊക്കെ. അപ്പൊ അവളുടെ ബ്രെയിൻ പറയും, പിന്നീട് നഷ്ടപ്പെടുന്നതിനൊക്കെ നല്ലതാണ് ഇപ്പൊ നഷ്ടപ്പെടുന്നെന്ന്. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവളും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഇടയ്ക്ക് പറയും അവളെക്കാൾ നല്ലൊരാൾ എനിക്ക് കിട്ടുമെന്ന്. ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഹരി പുറത്തു പോകാനൊക്കെ ഒന്നുമല്ലേ? അത് അവൾക്കൊരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോകുന്നില്ല തീരുമാനിച്ചതാ. എനിക്കും അവളില്ലാതെ പറ്റില്ല. അവൾക്കത് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു ബ്രോ. ഹരി, ഇത്ര ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക് തോന്നും അവരെ തുറന്നു പറഞ്ഞാൽ ആൾക്കാർ ഇനിയും വേഗത്തിൽ വിട്ടുപോകും. അതുകൊണ്ട് അവർ ഒളിപ്പിക്കും. അല്ലെങ്കിൽ ബന്ധം തകരുന്നതിന് മുന്നേ അവരെയാണ് തകർക്കും.
കാരണം അടുപ്പം കൂടുമ്പോൾ ഭയവും കൂടും. ഞാനിനി എന്ത് ചെയ്യണം? ആ ഇതാര്? പാർട്ടിയൊക്കെ കഴിഞ്ഞോ? ഞാൻ ചുമ്മാ പറഞ്ഞ. ആമി അവള് മേളിലുണ്ട്, ഉം, അങ്ങോട്ട് ചെല്ലേ. ഓക്കേ. ആസിഡ് വല്ലതും ഉണ്ടോ ഹരി കയ്യില്? ഞാനിനി എന്ത് ചെയ്യണം? ആമിക്ക് അവളുടെ ഭയങ്ങളെ തോൽപ്പിക്കാൻ കൂടെ ഒരാൾ ആവശ്യമില്ല. ഈ ഭയങ്ങളിലും വിട്ടുപോകാതെ അടുത്തിരിക്കാൻ കഴിയുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. വിനയനെ കണ്ടല്ലേ? ജീവിതത്തിൽ ചിലർ ഭൂതകാലത്തിൽ നടന്നതിന്റെ കാരണം ചികഞ്ഞ് നീറി ജീവിക്കും. ഇനിയെങ്കിലും ഒന്ന് പറ രാമേ, എന്തായിരുന്നു നീ എന്നെ വേണ്ടാന്ന് നോക്കിയുള്ള റീസൺ? ഹലോ, കട്ട് ചെയ്തു. കുഴപ്പമില്ല, നാളെ വിളിക്കാം. എന്നാലും എന്തായിരിക്കും അവള്? മറ്റു ചിലർ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളെ ഭയന്ന് പേടിച്ച് ജീവിക്കും. രണ്ടുപേരും നഷ്ടപ്പെടുത്തുന്നത് ഇന്നത്തെ സന്തോഷങ്ങളെയാണ്.